ശ്രീമുഖി സദാശിവസമാരംഭാം വന്ദേ പുനഃ ഈശ്വരോ ഗുരുരാജ്ഞേ ആനന്ദബ്രഹ്മണം ഭാഷ്യം. സപ്രകാശേ കുതോ വിദ്യ, സപ്രകാശമായിരിക്കുന്ന ബ്രഹ്മത്തിൽ എങ്ങനെ അവിദ്യ ഉണ്ടാകും, അതാണ് ചർച്ച ചെയ്യുന്നത്. നാനഭൂതേ പ്രമാണാവ തദന്യത് വസ്തു ലഭ്യതേ. ബ്രഹ്മം സർവജ്ഞമാണ്, അതിലെങ്ങനെ അവിദ്യ ഉണ്ടാകും? ബ്രഹ്മ സ്വാത്മനി അതദ്ബ്രഹ്മാധ്യാരോപ നിമിത്തം അവിദ്യ കർത്തൃചേതി. ബ്രഹ്മത്തിൽ അവിദ്യ കർത്തൃത്വമില്ല, അത് ഭ്രാന്തമാകുന്നില്ല, ഭ്രാന്തിയില്ല, ഭ്രമവുമില്ല. കിന്തു നൈവ അബ്രഹ്മ അവിദ്യാകർത്ത ചേതനം. ഇനി ആ ബ്രഹ്മമല്ലാതെ, ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് അവിദ്യാകർത്താവായി ഭ്രാന്തിയുള്ള ഒന്നില്ല. ജീവൻ അതിൽ നിന്ന് വേറെയല്ല. എന്തുകൊണ്ട് അന്യോസ്തി വിജ്ഞാത, അന്യോസ്തി വിജ്ഞാതൃ തുടങ്ങിയ മന്ത്രങ്ങൾ തത്വമസി. ബ്രഹ്മത്തിൽ അജ്ഞാനമില്ല, ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ അജ്ഞാനത്തിന് ഇടമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നന്ദേവം ശാസ്ത്രോപദേശ അനർത്ഥക്യം അങ്ങനെയാണെങ്കിൽ തത്വമസി തുടങ്ങിയ ശാസ്ത്രോപദേശം, ശ്രുതിയുടെ ഈ ഉപദേശം വ്യർത്ഥമായി പോകും. എന്തിനുപദേശിക്കുന്നു? അജ്ഞാനം നിവർത്തിക്ക്. അജ്ഞാനം അവിടെയില്ല, ബ്രഹ്മം നിത്യനിവൃത്തമാണ്. അവിടെ നിത്യനിവൃത്തിയാണ്. പാഠം സത്യം. നിങ്ങൾക്ക് ഇപ്പോ കാര്യം മനസ്സിലായി. ബ്രഹ്മത്തിൽ അജ്ഞാനമില്ല, സൂര്യനിൽ തമസില്ല. അതുകൊണ്ട് ശാസ്ത്രോപദേശം അനർത്ഥമാണെന്ന് പറയുന്നത് ശരിയാണ്. എന്നോട് യോജിക്കുന്നു. ഇതും മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുവരെ ചർച്ച ചെയ്തത്. ബ്രഹ്മത്തിൽ അവിദ്യയില്ല, അവിടെ നിത്യ നിവൃത്തമാണ്, അവിദ്യയില്ല. ഇല്ലാത്ത അവിദ്യയെ മാറ്റുന്നതിന് വേണ്ടി ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല, ഉപദേശത്തിന്റെ ആവശ്യമില്ല, ഗുരുവിന്റെ ആവശ്യമില്ല, സാധനയുടെ ആവശ്യമില്ല. നിത്യമുക്തമായിരിക്കുന്ന ഒന്നിന് മുക്തിയുടെ ആവശ്യമില്ല.
ബന്ധനം ഉണ്ടെങ്കിലേ മുക്തിയുടെ ആവശ്യവും. പാഠം അതിനെ തുടർന്ന് എന്തൊക്കെയാണ് എല്ലാം അംഗീകരിക്കുന്നത്, സത്യമാണ്. അവഗതേ തു അസ്തൈവാനർത്ഥക്യം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ഇത് അറിഞ്ഞപ്പോ ആണല്ലോ നിങ്ങൾ പറയുന്നത്. ആദ്യം പറഞ്ഞു ഞാൻ അജ്ഞനാണ്, ഞാൻ നിത്യമുക്തനാണെന്ന് എനിക്കറിയില്ല, മറിച്ച് ഞാൻ ബന്ധനം അനുഭവിക്കുന്നു. അജ്ഞാനം ഞാൻ അനുഭവിക്കുന്നു. അജ്ഞാനത്തെ തുടർന്ന് വരുന്ന അവിദ്യ, അത് മിഥ്യാജ്ഞാനം, അതനുഭവിക്കുന്നു. അജ്ഞാനം എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ അറിയുന്നില്ല. മിഥ്യാജ്ഞാനം എന്ന് പറയുമ്പോൾ ഞാൻ ശരീരമാണ്. ഇത് രണ്ടും ഒന്നാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇതിനെ രണ്ടാക്കേണ്ട കാര്യമില്ല. മിഥ്യാജ്ഞാനസ്യ അജ്ഞാനം അവ്യതിരേക, അങ്ങനെയും പറയാം. അത് തന്നെയാണ് അജ്ഞാനം. മിഥ്യാജ്ഞാനം തന്നെയാണ് അജ്ഞാനം, അജ്ഞാനം തന്നെയാണ് മിഥ്യാജ്ഞാനം, അങ്ങനെയും പറയാം. എന്തായാലും അതാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. തനജ്ഞനാണ്. സദാത്മ ഏകത്വം ശ്രുതി ബോധിപ്പിച്ചു. അല്ല, അതെനിക്ക് ബോധിക്കുന്നില്ല, അല്ലെങ്കിൽ ശ്രുതി ബോധിക്കുന്നത് വരെ ഞാൻ ബോധിച്ചില്ല. സദാത്മ എന്ന് പറയുമ്പോൾ അവിടെ അത് ഏകമാണ്, അദ്വയമാണ്. അദ്വയം ദ്വൈതശൂന്യം. അപ്പോൾ ആത്മാവിൽ ഒരു അജ്ഞാനം അങ്ങനെ ഒന്നില്ല, രണ്ടെണ്ണമില്ല. അപ്പോൾ ശ്രുതി അത് ബോധിക്കുന്നത് വരെ അജ്ഞനായിരുന്നു. എന്റെ അജ്ഞാനം എന്റെ അനുഭവമായിരുന്നു. ശ്രുതി ബോധിപ്പിച്ചു നീ സദാത്മാവാണ്. അപ്പോൾ മനസ്സിലായി, സദാത്മാവാണെങ്കിൽ താൻ അദ്വൈനായ ആത്മാവാണെങ്കിൽ താൻ രണ്ടാമതൊന്നില്ല. രണ്ടാമത് അജ്ഞാനം എന്ന് പറയാനും ഒന്നില്ല, മിഥ്യാജ്ഞാനം എന്ന് പറയാനും ഒന്നില്ല. ബോധ്യം വന്നു, ഇത് അറിവ്, ജ്ഞാനം. ആ ജ്ഞാനത്തിൽ എന്ത് ചെയ്തു? എന്താണ് ബോധ്യം വന്നത്? തന്റെ സ്വരൂപം നിത്യനിവൃത്തമാണ്, നിത്യമുക്തമാണ്. ശരി, ഇവിടെ ഇങ്ങനൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ ഉപദേശത്തിന്റെ ആവശ്യം തോന്നുന്നു. ഉപദേശം അനർത്ഥമാണ്. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം, അതെങ്ങനെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്? നമ്മൾ ധരിക്കുന്നത് പോലെ അവിടെ ഒരു അജ്ഞാനം വരുന്നു, പുറമേ കാണുന്ന പോലെ. ഇരുളിനെ നശിപ്പിക്കുന്ന വെളിച്ചം എങ്ങനെയാണ്? അവിടെ ഒരു ഇരുളുണ്ടായിരുന്നു, വെളിച്ചം വന്നു കഴിഞ്ഞ് ഇരുള് പോയി, മാറിപ്പോയി, അല്ലെങ്കിൽ ഇല്ലാതെയായി. ശ്രുതി അങ്ങനെയല്ല ബോധിപ്പിക്കുന്നത്. ശ്രുതി ബോധിപ്പിക്കുന്നത് ഇവിടെ ഇരുള് പോലെ ഒരു അജ്ഞാനം ഒരു നിശ്ചിത കാലം വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശ്രുതി ബോധിപ്പിച്ചപ്പോൾ ആ അജ്ഞാനം പോയിന്നല്ല, മറിച്ച് അത് നിത്യനിവൃത്തമാണ്. സ്വസ്വരൂപം നിത്യനിവൃത്തമാണ്, ഏകവും അദ്വൈതവുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അജ്ഞാനമില്ല. ഇതാണല്ലോ ജ്ഞാനം. ഈ ജ്ഞാനത്തിൽ സ്വസ്വരൂപത്തിൽ മൂന്ന് കാലത്തിനും അജ്ഞാനത്തിനും നിലയില്ലാത്തതുകൊണ്ട് ഈ ഒരു ജ്ഞാനത്തിൽ ഉപദേശത്തിനെന്താ പ്രസക്തി? തത്വമസിക്ക് അവിടെ എന്താ ആവശ്യം? ഈ ജ്ഞാനത്തിൽ ഉപദേശത്തിന് പ്രയോജനമില്ല. ഉപദേശം ആവശ്യമായി വന്നപ്പോ എന്നിൽ അജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് ധരിച്ചപ്പോഴാണ്. താൻ അജ്ഞനാണെന്ന് സ്വയം അനുഭവിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ്.
ജ്ഞാനം എന്താണ്? അജ്ഞാനത്തെ നിരാകരിച്ചിരിക്കുന്നു. എങ്ങനെ നിരാകരിച്ചു? ഉണ്ടായിരുന്ന ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ജ്ഞാനം കൊണ്ട് നിവർത്തിപ്പിക്കേണ്ടതായ ഒരു അജ്ഞാനമില്ല. ഇതാണ് ജ്ഞാനം ബോധിപ്പിക്കുന്നത്. അത് നിത്യമുക്തസ്വരൂപമാണ് താൻ. ഇതാണ് ബോധിക്കുന്നതെങ്കിൽ അജ്ഞാനത്തെ നശിപ്പിക്കേണ്ട ഉപദേശത്തിന്റെ ആവശ്യമില്ല. ഉപദേശം അനർത്ഥകമാണ്. രോഗമേ ഇല്ലെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സ വ്യർത്ഥമാണ്. രോഗം അറിയാതെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ചികിത്സയെല്ലാം കഴിയുമ്പോൾ മനസ്സിലാവും ഇത് വ്യർത്ഥമായിരുന്നു. ഒരു തത്വമസി ഉപദേശം അജ്ഞാനം നിവർത്തിക്കുകയാണ്. ഇത് ശ്രോതാവിന് ബോധ്യം വന്നു, നിത്യനിവൃത്തമാണ്. ആത്മാ നാവിദ്യാകർത്തൃ ഭ്രാന്തം ച, ആത്മാവിദ്യ ഉണ്ടാക്കി വയ്ക്കുന്ന ഒന്നല്ല, അതുകൊണ്ട് തന്നെ അതിന് ഭ്രാന്തിയുമില്ല എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അപഗതയെ അസ്തിവാനർത്ഥയ്ക്കും ഉപദേശം അനർത്ഥം തന്നെയാണ്. അത് ഞങ്ങൾ സമ്മതിക്കുന്നു. ഇനി എന്തിനാ ഉപദേശത്തിന്റെ ആവശ്യം? പക്ഷെ അവിടെ വീണ്ടും ചോദിക്കാം, അവഗമ അനർത്ഥയ്ക്കും ഇത് ചെയ്തു. പക്ഷേ ഉപദേശം കൊണ്ട് ഒരു കാര്യം സംഭവിച്ചു. എന്താണ്? ഈ ഉപദേശം കേൾക്കുന്നത് വരെ ഇങ്ങനൊരു ബോധം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പറയുന്നത് അജ്ഞാനം നിത്യനിവൃത്തമാണ്, അതുകൊണ്ട് ഉപദേശം കൊണ്ട് വിശേഷിച്ച് അജ്ഞാനത്തെ നിവർത്തിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഉപദേശത്തിന് മുമ്പ് ഇങ്ങനൊരു ബോധം ഉണ്ടായിരുന്നു. ആത്മാ ഏകമാണ്, അദ്വൈതമാണ്, സദാത്മാ ആണ്, ഇവിടെ അജ്ഞാനമില്ല. ഈ ഒരു ബോധം ഉണ്ടായിരുന്നു. ഉപദേശം കൊണ്ട് എന്തുണ്ടായി? അപഗമനം അതുണ്ടായല്ലോ. ശാസ്ത്രോപദേശം അനർത്ഥകമാണെന്ന് മനസ്സിലായി. ഈ ബോധമോ എന്താ? ഈ ബോധത്തിന്റെ പ്രയോജനം പറയും ഈ ബോധം കൊണ്ടാണ് അജ്ഞാനം ഇല്ലാതായത്. ശരി, അജ്ഞാനമില്ലല്ലോ, ഇല്ലെങ്കിൽ പിന്നെ ഈ ബോധവും അനർത്ഥകമായി. ബോധത്തിന്റെ ആവശ്യമില്ല. ഒന്ന് ഉപദേശം, തത്വമസി എന്ന് ശ്രുതി പറയുന്നു. രണ്ട് പറയുന്നു, ആ ഉപദേശത്തിൽ നിന്ന് ശ്രോതാവിന്റെ ഉള്ളിലുണ്ടാകുന്ന ബോധം. അതിനെക്കുറിച്ചാണ് ഇപ്പൊ പറയുന്നു. ഉപദേശം എവിടെ നിന്നും ഉണ്ടാകുന്നു? ഗുരുവിൽ നിന്നും. ഗുരു ഉപദേശിക്കുന്നു. ഗുരുവിലൂടെ ശാസ്ത്രം ഉപദേശരൂപത്തിൽ ശിഷ്യനിൽ എത്തിച്ചേരുന്നു. ശിഷ്യന്റെ കർണപുടത്തിലൂടെ ആ ശബ്ദം ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ശിഷ്യന് ബോധമുണ്ടാകുന്നു. അപ്പോൾ അവിടെ ആദ്യത്തെ ഭാഗത്തെ നിഷേധിച്ചു. ആ ഗുരു ചെയ്യുന്ന പ്രവൃത്തി അനർത്ഥകമാണ്. എന്താണ്? ഉപദേശിക്കുക. ശരി, പക്ഷേ ഇവിടെ ഒന്ന് സംഭവിച്ചല്ലോ, ശിഷ്യനിൽ ആ ബോധം ഉണർന്നല്ലോ. അഹം ബ്രഹ്മാസ്മി സദാത്മാ. എന്തിനു വേണ്ടി ബോധം? അജ്ഞാനത്തെ നിവർത്തിപ്പിക്കാനല്ലേ. അജ്ഞാനം നിത്യനിവൃത്തമാണെങ്കിൽ ഈ ബോധവും വ്യർത്ഥമാണല്ലോ. അതുകൊണ്ട് എന്താ പ്രയോജനം? ഇരുളേ ഇല്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ വെളിച്ചത്തിനെന്താ വിശേഷിച്ച ജോലി? വെളിച്ചം കൊണ്ടെന്താ പ്രയോജനം? ഇരുളുള്ളിടത്താണ് അതിന്റെ ആവശ്യം വരുന്നത്.
ഇവിടെ പറയുന്നു വെളിച്ചമുണ്ട്, ഇരുളില്ല. അങ്ങനെയാണെങ്കിൽ വെളിച്ചം കൊണ്ട് ഇരുളിനെ നശിപ്പിക്കുക എന്ന് പറയുന്നൊരു പ്രയോജനം ഇല്ലാതെ വരും. പക്ഷെ ശാസ്ത്രോപദേശത്തിൽ നിന്ന് ബോധം ഇത് അംഗീകരിക്കുന്നുണ്ട്. ഈ ശാസ്ത്രം വ്യർത്ഥമാണ്. മാത്രമല്ല ബോധം ശ്രോതാവിന്റെ അനുഭവസിദ്ധമായ കാര്യമാണ്. അതുവരെ അയാൾ അറിഞ്ഞില്ല താൻ ആത്മാവാണെന്ന്. ഗുരു ഉപദേശിച്ചപ്പോൾ അറിഞ്ഞു. ഉപദേശം അനർത്ഥകമാണെന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ബോധം, ശ്രോതാവ് ശിഷ്യൻ ഉണ്ടാകുന്ന അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ബോധം, അല്ലെങ്കിൽ നിത്യശുദ്ധ മുക്തനാണ് താനെന്നുള്ള ബോധം, സച്ചിദാനന്ദ സ്വരൂപനാണെന്നുള്ള ബോധം, സദാത്മേകത്വ ബോധം, അദ്വൈത ബോധം, ഇതും വ്യർത്ഥമാകും. പറയുന്നില്ല, അതല്ല, അത് വ്യർത്ഥമല്ല. എന്തുകൊണ്ട്? അനവഗമ നിവൃത്തേർ ദുഷ്ടത്വ. ബോധത്തിന് നേരെ വിപരീതമാണ് ബോധമില്ലാതിരിക്കുക. അവഗമനം ബോധം, അല്ലെങ്കിൽ അവഗമം ബോധം, എന്നാവഗമം. അവഗമത്തിന്റെ ഇല്ലായ്മ, അവഗമ അഭാവം, ബോധ അഭാവം. അത് അജ്ഞാനമെന്നും പറയാം. അജ്ഞാന നിവൃത്തി സ്വാനുഭവമാണല്ലോ. ശ്രുതി ശ്രവിച്ചപ്പോ ഉണ്ടായ ആ ബോധത്തിൽ നിന്ന് അജ്ഞാനം നിവൃത്തി. എന്തജ്ഞാനം ഉണ്ടായിരുന്നത്? താൻ ഈ ശരീരമാണെന്നുള്ള ബോധമായിരുന്നു, മിഥ്യാജ്ഞാനം. അതിന് കാരണമായിരുന്ന അജ്ഞാനം, താൻ പരമാത്മ വസ്തുവാണെന്നുള്ള ബോധം ഇല്ലാതിരിക്കുക, അതാണ് അജ്ഞാനം. അത് പോയല്ലോ. താൻ ഏകനും അദ്വൈനുമായ പരമാത്മസ്വരൂപമാണ്, അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നു. ഇല്ലാതിരുന്നു. അത് മാറിയല്ലോ. അതാണ് അനവഗമ നിവൃത്തി എന്ന് പറയുന്നത്. വീണ്ടും പഴയ ചോദ്യം വരും, അതെന്തിനു പോകണം? അതിൽ അങ്ങനെ ഒരു അനഗമം, അനവഗമം, അജ്ഞാനമില്ലെന്നല്ലേ പറഞ്ഞത്? നിത്യനിവൃത്തമാണ്. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ആ നിത്യനിവൃത്തി ബോധ്യപ്പെട്ടെന്ന ജ്ഞാനം കൊണ്ട്. അജ്ഞാനം ഉണ്ടായി, അത് പോയി എന്നുള്ളതല്ല. നിത്യനിവൃത്തി ബോധ്യപ്പെട്ടു. അതാണ് ജ്ഞാനത്തിന്റെ പ്രയോജനം. ശരി, അജ്ഞാനം ഉണ്ടായിരുന്നു, അത് നശിച്ചു എന്നുള്ളതാണെങ്കിൽ ശരി, ഈ പറയുന്ന ദോഷം വരും. അതങ്ങനെയല്ല. നിത്യനിവൃത്തി, അതാണ് ജ്ഞാനം കൊണ്ട് ഗ്രഹിച്ചത്. അതാണ് ശരിയായ അവഗമനം. ഈ അവഗമനത്തിന്റെ ഫലമാണെന്ത്? അതുവരെ ഉണ്ടായിരുന്ന അജ്ഞാന നിവൃത്തി. ആ നിത്യനിവൃത്തിയെ ബോധിപ്പിക്കുക. അത് മാത്രമല്ല, വേറെ തരത്തിലും മനസ്സിലാക്കും. ഞാൻ അജ്ഞനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ സാമാന്യമായ താല്പര്യം എന്താണ്? ഈ ശ്രുതി പറയുന്ന തരത്തിൽ എനിക്ക് എന്റെ സ്വരൂപത്തെ കുറിച്ച് അറിയില്ല. ഇപ്പോ ഉപദേശിച്ചപ്പോ മനസ്സിലാകുന്നു. ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾക്കെല്ലാം അപ്പുറമുണ്ട്.
സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മവസ്തുവാണ് താൻ. അതിപ്പോ മനസ്സിലായി. അത് അദ്വൈതമായതുകൊണ്ട് തന്നെ അതിൽ മറ്റൊന്നുമില്ല. അതിൽ വിശേഷിച്ചൊരു ജ്ഞാനമോ അതിൽ നിന്ന് ഭിന്നമായൊരു അജ്ഞാനമോ ഒന്നും തന്നെ ഇല്ല. പ്രപഞ്ചശൂന്യമാണ്. അതുകൊണ്ട് തന്നെ അത് അജ്ഞാനശൂന്യവുമാണ്, അജ്ഞാനരഹിതമാണ്. ആ അജ്ഞാനശൂന്യമാണ്, പ്രപഞ്ചശൂന്യമാണ് എന്നുള്ള ആ ബോധം എന്തിനാണ് വെളിപ്പെടുത്തിയത്? ആ നിത്യനിവൃത്തിയാണ്. അതുവരെയുള്ള അവസ്ഥയെക്കുറിച്ച് എന്താ പറയുന്നത്? ആ ഇതുവരെ അജ്ഞനായിരുന്നു. അജ്ഞനെന്ന് പറഞ്ഞാൽ ഈ ബോധം ഇതുവരെ ഇല്ലായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. ഇതുവരെ അങ്ങനെ ഒരു ബോധം ഇല്ലായിരുന്നു. മേശപ്പുറത്ത് ഇതുവരെ പുസ്തകമില്ലായിരുന്നു, ഇപ്പൊ പുസ്തകം കൊണ്ട് വച്ചപ്പോ വന്നു. എന്ന് പറയുന്നു. അപ്പോൾ പുസ്തകം കൊണ്ട് വയ്ക്കുന്നവരെ അവിടെ എന്താ ഉണ്ടായിരുന്നു? ഇല്ലായ്മ. അങ്ങനെ അതിന് പറയാം, എന്താണ് പുസ്തകത്തിന്റെ നിവൃത്തി എന്ന് പറയും. അത് അവിടെ ഉണ്ടായിരുന്നില്ല, പുസ്തകം ഉണ്ടായിരുന്നില്ല, അതിന്റെ നിവൃത്തിയാണ്. പുസ്തകം ഇവിടേക്ക് വരുന്നില്ല എന്നിരിക്കട്ടെ, എന്തായിരിക്കും ഇവിടെ? നിത്യനിവൃത്തിയായിരിക്കും പുസ്തകത്തിന്. ശരി, ആ നിത്യനിവൃത്തി എന്ന് പറയുന്നത് എന്താ? ഈ കാണുന്ന മേശ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? നിത്യനിവൃത്തി എന്ന് പറയുന്നത് മേശയിൽ നിത്യനിവൃത്തി എന്ന് പറയുന്ന ഒരു വസ്തു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ഈ ഉപദേശം ശ്രവിക്കുന്നത് വരെ, അജ്ഞാനം ഉണ്ടാകുന്നത് വരെ, അജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഈ ജ്ഞാനമില്ലായിരുന്നു. ജ്ഞാനമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും പോയോ, വന്നോ? എന്താ, പുസ്തകം ഇവിടെ ഇല്ലെങ്കിൽ മേശയിൽ മറ്റെന്തെങ്കിലും വരികയോ പോവുകയോ ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. കേവലമായ ഏകമായ ഈ മേശ മാത്രം. ജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കുന്നതിന് മുമ്പ് അവിടെ അജ്ഞാനമായിരുന്നു എന്ന് വെച്ചാൽ എന്താ അവിടെ ഉണ്ടായിരുന്നു? ജ്ഞാനം ഇല്ലായിരുന്നു എന്നേ ഉള്ളതിന് താല്പര്യം. അതാ നമ്മൾ പറയുന്നു, എനിക്ക് അങ്ങനെ ഒരു അറിവില്ല. അവിടെ എന്തോ ഒരു കട്ടിയുള്ള സാധനം ഉണ്ടായിരുന്നു. ആ സാധനത്തെ ജ്ഞാനം വന്നിട്ട് ബഹിഷ്കരിച്ചു എന്നൊക്കെ നമ്മൾ ഭാവനയിക്കുകയാണ്, കൽപ്പിക്കുകയാണ്. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു സാധനം ഇല്ല, ഈ ബോധമില്ല. ഈ ബോധം വന്നു. അപ്പോ ആ ബോധമില്ലായ്മ മാറി. ബോധമില്ലായ്മ മാറി എന്ന് പറയുമ്പോൾ അവിടെ ബോധമില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രത്യേക വസ്തു ഉണ്ടായിരുന്നു. ഈ ബോധം വന്നപ്പോൾ ആ ബോധമില്ലായ്മ അവിടെ നിന്ന് മാറി. എങ്ങോട്ട് പോകാനും മാറി. ഏകവും അദ്വൈതവുമായ ആത്മാവ് മാത്രമായിരിക്കുമ്പോൾ അവിടെ എന്ത് ഇല്ലാതെ എന്താ നശിച്ചത്? നമ്മൾ പറയും അജ്ഞാനം നശിച്ചു. ഇല്ലായ്മയ്ക്ക് നശിക്കാൻ പറ്റും. നാശത്തിന്റെ പേരാണ് ഇല്ലായ്മ.
അത് കൽപ്പനകൾ. വേണമെങ്കിൽ പറയാം, ഈ പുസ്തകം ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് വരെ ഇവിടെ എന്താ മേശ മാത്രം, അല്ലെങ്കിൽ പറയുന്നതാണ് പുസ്തകത്തിന്റെ ഇല്ലായ്മ. ഒരാൾ പറയണ ആ പുസ്തകം ഇവിടെ കൊണ്ടുവച്ചപ്പോ ആ ഇല്ലായ്മ അങ്ങ് നശിച്ചുപോയി എന്ന് പറയുന്നു. എന്താ എന്റെ താല്പര്യം? ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു വസ്തു ഇവിടെ ഇരുന്നു, മേശയുടെ പുറത്ത് പുസ്തകം വെച്ചപ്പോൾ ഇല്ലായ്മ എന്ന് പറയുന്ന വസ്തു നശിച്ചുപോയി എന്നാണോ എന്റെ അർത്ഥം? ഭാഷയിൽ ആലങ്കാരികമായി വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം, താർക്കികന്മാരും മറ്റും പറയുന്നത് പോലെ. വാസ്തവത്തിൽ എന്താ അവിടെ സംഭവിക്കുന്നു? ഒന്നും സംഭവിച്ചാൽ പുസ്തകം അവിടെ വന്നു, അത്രയാണ്. അതുവരെ ഇല്ലാതിരുന്ന ഒന്ന് വന്നു. ഇല്ലായ്മ പോയി, ഇല്ലായ്മ നശിച്ചു എന്നൊക്കെ പറഞ്ഞ എന്റെ താല്പര്യം, മേശ പഴയതുപോലെ അവിടെ തന്നെ ഉണ്ട്, മേശയ്ക്കൊന്നും സംഭവിച്ചില്ല, അല്ലെങ്കിൽ ഒരു പുതിയ വസ്തു വന്നു എന്നേ ഉള്ളൂ. അതുപോലെ അനവഗമ നിവൃത്തി, അജ്ഞാന നിവൃത്തി, അത് സ്വാനുഭവമാണ്. എന്തായാലും ഇതുവരെ മേശപ്പുറത്ത് പുസ്തകം ഉണ്ടായിരുന്നില്ല. പുസ്തകം ഇതൊരു അനുഭവമാണ്. അതുപോലെ തന്നിൽ ഇതുവരെ ഇങ്ങനൊരു ബോധം ഉണ്ടായില്ല. ശ്രുതി ഉപദേശിക്കുന്നത് വരെ സദാത്മീകത്വ ബോധം ഉണ്ടായിരുന്നു. ആ ബോധം ഉണ്ടാകുന്നത് വരെയുള്ള അവസ്ഥയെ പറയുന്നു അജ്ഞാനം. എന്നുവെച്ചാൽ ബോധമില്ലായിരുന്നു, വേറെന്താ? ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ഏതെങ്കിലും വസ്തു ഉണ്ടെന്നാ പറയുന്നു. ഞാൻ എന്റെ സ്വരൂപത്തെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അങ്ങനെ ഒരു അറിവ് എന്നിലുണ്ടായില്ല. അതിന് പറയുന്ന മറ്റൊരു പേരാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഈ ബോധം വന്നു, ഞാൻ അദ്വൈതനാണ്, ഏകനാണ്. ആ അറിവില്ലായ്മ അവിടെ തീർന്നു എന്ന് പറയുമ്പോൾ അവിടെ അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടായിരുന്നിട്ട് അത് നശിച്ചുപോയി എന്നൊന്നും അർത്ഥമില്ല. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലായ്മയാണ്. ഇല്ലായ്മയുടെ ഇല്ലായ്മ എങ്ങനെ സംഭവിക്കും? ഉള്ളതിന്റെ ഇല്ലായ്മ സംഭവിക്കും. ഇല്ലായ്മയുടെ ഇല്ലായ്മ സംഭവിക്കേണ്ട ആവശ്യമില്ല. കാരണം അതില്ല തന്നെ, പിന്നെ ഇതിനതില്ലാതാകുന്നു. നാ സദോ വിദ്യതേ ഭാവോ നാ ഭാവോ വിദ്യതേ സദാ. ഇങ്ങനെ മനസ്സിലാക്കും. ഉള്ളത് പിന്നെ ഉണ്ടാകേണ്ട ആവശ്യം വരുന്നില്ല, ഇല്ലാത്തത് പിന്നെ ഇല്ലാതേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിഭ്രമമുള്ളവർക്കാണ്. ഞാൻ പറയുന്നതാ, ഈ മേശയുടെ പുറത്ത് പുസ്തകമുണ്ട്, ഇനി ഇതൊരിക്കൽ കൂടെ ഉണ്ടാകുക, അതിന്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് എന്താ തകരാറുണ്ട്? അതുപോലെ തന്നെ മേശപ്പുറത്ത് പുസ്തകത്തിൽ ഇല്ല, അത് നശിക്കുക, ഇല്ലായ്മ, അതിന്റെ ആവശ്യം വരുന്നില്ല, അതില്ലായ്മ തന്നെയാണ്. അപ്പോൾ അവഗമം, ജ്ഞാനം കൊണ്ട് അവഗമ നിവൃത്തി എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം അതുവരെ ജ്ഞാനം ഇല്ലാതിരുന്ന സ്ഥാനത്ത് ഇവിടെ ശ്രുതിയിൽ നിന്ന് ജ്ഞാനം ഉണ്ടായി എന്നാണ്. എങ്ങനെയുള്ള ജ്ഞാനം? ഇത് നിത്യനിവൃത്തമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, ബുദ്ധമാണ് എന്നുള്ള ജ്ഞാനം ഉണ്ടായി. പിന്നെ അജ്ഞാനം നശിച്ചില്ല അങ്ങനെയും പറയും. എനിക്ക് ജ്ഞാനം ഉണ്ടായി, പക്ഷെ അജ്ഞാനം നശിച്ചില്ല. അജ്ഞാനം എന്ന് പറയുന്നത് തന്നെ ജ്ഞാനത്തിന്റെ ഇല്ലായ്മയാണ്. പിന്നെ എങ്ങനെയാണ് നശിക്കുന്നത്? പക്ഷേ വ്യവഹാരത്തിൽ നമുക്കിങ്ങനെയൊക്കെ പറയേണ്ടി വരും.
അജ്ഞാനം നശിച്ചു, ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ, ജ്ഞാനം അജ്ഞാനം അജ്ഞാന കാര്യങ്ങളെയൊക്കെ ഭസ്മമാക്കുന്നു. ഇതൊക്കെ വ്യവഹാര ഭാഷയിൽ അങ്ങനെ പറയേണ്ടി വരും. തത്വനിഷ്ഠമായി ഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കാം എന്താണ്. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അതാണ് ജാഗ്രത സുഷുപ്തിയും തമ്മിലുള്ള വ്യത്യാസം. സുഷുപ്തിയിൽ ഒരിക്കലും ജ്ഞാനം ഉണ്ടാകുന്നില്ല. സുഷുപ്തിയിൽ ഒരിക്കലും അജ്ഞാനാനുഭവമില്ല. സുഷുപ്തിയിൽ ജ്ഞാനജ്ഞാനത്തെ അനുഭവിച്ച് അതാണ് ജാഗ്രതത്തിനുള്ളതിനു ശേഷം ഓർമ്മിക്കുന്നത്. ഇതെല്ലാം ജാഗ്രതയുടെ കൽപ്പനകൾ. സുഷുപ്തിയിൽ അജ്ഞാനാനുഭവമില്ല. എന്തുകൊണ്ടാ തറപ്പിച്ച് പറയാം? കാരണം അജ്ഞാനാനുഭവം എന്നുള്ളതല്ല, എന്തെങ്കിലും ഒരു അനുഭവം ജീവനുണ്ടായാൽ അതിന്റെ പേരാണ് ജാഗ്രത. ഏതനുഭവമായാലും ശരി, അത് പരമാത്മാവിനെ കുറിച്ചായാലും ശരി, പ്രപഞ്ചത്തെക്കുറിച്ചായാലും ശരി, എന്തിനെക്കുറിച്ചായാലും ശരി, ഒരു ജ്ഞാനം, ഒരു ജ്ഞാനപ്രകാശം, ഒരു ജ്ഞാനോദയം ഒരു ജീവന്റെ ഉള്ളിലുണ്ടായാൽ അതിന് ജാഗ്രത എന്ന് വിളിക്കും. ഗാഠനിദ്രയിൽ ഒരാൾക്ക് അനുഭവം ഉണ്ടാകണം ഞാൻ അജ്ഞനാണ്. ഉടൻ അതിന്റെ അർത്ഥം എന്താണ്? അയാൾ ജാഗ്രതത്തിലേക്ക് വന്നു. അത് നമ്മൾ പറയും ഉണർവ്. ഉണർവിലേ ഉള്ളൂ ബോധം. ഉണർവിലാണ് അജ്ഞാനാനുഭവം, സുഷുപ്തിയിലല്ല. സുഷുപ്തിയിൽ അജ്ഞാനം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ചർച്ച ചെയ്യുന്നത്. സുഷുപ്തിയിൽ അജ്ഞാനാനുഭവം ഉണ്ടോ ഇല്ലേ എന്നാണ്. രണ്ട് കാര്യങ്ങളാണ്. അത് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ജാഗ്രതത്തിൽ ഈ അജ്ഞാനാനുഭവമുണ്ട്. ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നു. തന്റെ അറിവില്ലായ്മയെ താൻ അറിയുന്നു. ആ അറിവില്ലായ്മ എങ്ങനെ അറിയാൻ പറ്റും? അറിയാമല്ലോ. ഇപ്പോ ഈ മേശപ്പുറത്ത് പുസ്തകമില്ല, കണ്ടിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ പുസ്തകത്തിന്റെ ഇല്ലായ്മ. ഇല്ലായ്മയെ നമുക്കറിയാൻ പറ്റും. ഏത് വസ്തുവിന്റെയും ഇല്ലായ്മ അറിയാൻ പറ്റും. ആ അറിവില്ലായ്മ നമുക്ക് എപ്പോഴാണ് ബോധ്യം വന്നത്? താൻ ശരീരാഭിമാനിയായിരുന്നു, താൻ ഈ ശരീരമാണെന്ന് ധരിച്ച് വ്യവഹാരങ്ങളിലൊക്കെ മുഴുകിയിരിക്കുമ്പോൾ തന്നെ സംബന്ധിച്ചവിടെ ആത്മാജ്ഞാനം ഇല്ല. മൃഗത്തിനുണ്ടോ ആത്മാജ്ഞാനം? ഇല്ല. തന്നെ സംബന്ധിച്ചുള്ള അജ്ഞാനം അതെപ്പോഴാണ് തനിക്ക് അനുഭവത്തിൽ വരുന്നത്? അത് ആണ് ഇതിന്റെ വൈരുദ്ധ്യം, വിചിത്രമായ കാര്യം. ഞാൻ ആത്മാവിനെ അറിയുന്നില്ല, എന്റെ സ്വരൂപത്തെ അറിയുന്നില്ല എന്നെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എപ്പോ മുതലാ അത് പറഞ്ഞു തുടങ്ങിയത്? എപ്പോഴാണോ ഇതറിയാൻ തുടങ്ങുന്നത്? എന്താണോ? നീ ശരീരമല്ല, ഈ ശരീരത്തിന് അപ്പുറമുള്ള പരമാത്മവസ്തുവാണ്, ഏകമാണ്, അദ്വൈതമാണ്. ഇത് ഏത് സമയം ആണോ കേൾക്കാൻ തുടങ്ങുന്നത്, ഇതിനെക്കുറിച്ചുള്ള ബോധം എപ്പോഴാണോ വരുന്നത്, അപ്പോഴാണ് അറിയുന്നത്, തന്റെ അറിവില്ലായ്മയെ അറിയുന്നത്. എന്നാൽ അറിവില്ലായ്മ അറിയാൻ പറ്റും. മേശ ഇവിടെ ഉണ്ട്, ഇവിടെ ഇപ്പൊ പുസ്തകമുണ്ട്.
ഈ പുസ്തകം മാറ്റിവെക്കുക. ഒരാളെ മുറിയിലേക്ക് കടന്നു വരുന്നു. അയാളുടെ മനസ്സിൽ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ധാരണയില്ല. അയാൾക്ക് തോന്നുന്നു മേശപ്പുറത്ത് പുസ്തകമില്ലാന്ന് തോന്നുന്നില്ല. ഞാനിവിടെ കടന്നു വരുമ്പോൾ ഈ മേശപ്പുറത്ത് പുസ്തകമില്ലെങ്കിൽ ഞാൻ പറയില്ല ഇവിടെ പുസ്തകമില്ല. എന്തുകൊണ്ട്? എന്റെ മനസ്സിൽ പുസ്തകത്തെക്കുറിച്ചുള്ള ധാരണയുണ്ട്. അതിവിടെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു ധാരണയില്ലാത്ത ഒരാൾ ഇവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പറയാൻ കഴിയില്ല. അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു അനുഭവം വരത്തില്ല. എന്താണ്? മേശപ്പുറത്ത് പുസ്തകമില്ല. ചിലപ്പോൾ അയാളുടെ മനസ്സിലിരിക്കുന്ന ധാരണ പാത്രത്തെക്കുറിച്ചായിരിക്കും. അയാൾ പറയാം മേശപ്പുറത്ത് പാത്രമില്ല. അയാൾ അന്വേഷിക്കുന്നത് ചിലപ്പോൾ മറ്റൊരു വസ്തുവായിരിക്കും, വാച്ചായിരിക്കും. അയാൾ പറയും മേശപ്പുറത്ത് അതില്ല. താർക്കികന്മാരും മറ്റും പറയും സാങ്കേതികമായി അഭാവജ്ഞാനം പ്രതിയോഗിജ്ഞാനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയും. ഏതൊന്നിന്റെയാണോ അഭാവമുള്ളതിനാണ് പ്രതിയോഗി എന്ന് പറയുന്നത്. പാത്രത്തിന്റെ അഭാവം എന്ന് പറയണമെങ്കിൽ പാത്രത്തിന്റെ അറിവുണ്ടായിരിക്കണം, എന്നാലേ അത് പറയാൻ പറ്റും. സ്വസ്വരൂപത്തെ സംബന്ധിച്ചത് അദ്വൈതമാണ്, നിത്യശുദ്ധ ബുദ്ധമുക്തമാണ് എന്നുള്ളൊരു അറിവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാത്തിടത്തോളം കാലം ഒരിക്കലും തനിക്ക് പറയാൻ കഴിയത്തില്ല അങ്ങനെ എന്റെ സ്വരൂപത്തെ ഞാൻ അറിയുന്നില്ല എന്ന് പറയാൻ കഴിയത്തില്ല. അതുവരെ പറഞ്ഞിട്ടുമില്ല. അതുവരെ തന്നെ കുറിച്ച് അറിഞ്ഞ എന്താണ്? താൻ രാമനാണ്, കൃഷ്ണനാണ്. ഒരിക്കലും അതിന് സംശയം ഉണ്ടായിട്ടുമില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഈ ശരീരമാണോ അല്ലേ? ആർക്കെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടോ താൻ പുരുഷനാണോ സ്ത്രീയാണോ? അങ്ങനെ ഉണ്ടാകാറില്ല. പക്ഷെ എപ്പോഴാണോ ആത്മവസ്തുവിനെ കുറിച്ച് കേൾക്കുന്നത് അവിടെ മുതൽ അജ്ഞാനം, സംശയം തുടങ്ങിയ കാര്യങ്ങളുണ്ടാവും. അത് ഗ്രഹിക്കുന്നവർക്കേ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഇത് സൂചിപ്പിച്ചാണ്. പക്ഷെ ഇത് എപ്പോഴിത് അറിയാൻ അവസരം ഉണ്ടാവും? ജാഗ്രത. ആ സ്വപ്നത്തിൽ ഉണ്ടാകുമായിരിക്കാം, നമുക്ക് കൽപ്പിക്കാം. ഇപ്പൊ സ്വപ്നമല്ലല്ലോ. ഇപ്പൊ ജാഗ്രതത്തിലാണ്. ജാഗ്രതത്തിലാണ് ആത്മാവിനെ കുറിച്ച് കേട്ടത്. അപ്പൊ ജാഗ്രതത്തിലാണ് അറിവില്ലായ്മ. അത് കേട്ടതിനെ തുടർന്നാണല്ലോ ഉണ്ടായത്. ഇല്ല, അങ്ങനെ ഒരു ശ്രുതി പറയുന്ന തരത്തിൽ ഞാൻ എന്നെ ബോധിക്കുന്നില്ല. ശ്രുതി അങ്ങനെ ബോധിപ്പിച്ചിട്ടും ഞാനിപ്പോൾ എന്നെ അറിയുന്നത് ഈ ശരീരമായിട്ടാണ്. ഞാനിപ്പോൾ എന്നെ അറിയുന്നത് പുരുഷനായിട്ടാണ്. ഞാൻ അറിയുന്നത് സ്ത്രീയായിട്ടാണ്, യുവാവായിട്ടാണ്, വൃദ്ധനായിട്ടാണ്, സന്യാസിയായിട്ടാണ്, ഗൃഹസ്ഥനായിട്ടാണ്. ഈ തരത്തിൽ എന്താണ് ബോധിപ്പിച്ചത്? ആ അറിവെനിക്കില്ല എന്നാ പറയുന്നു. അറിവില്ലായ്മ എവിടെ വന്നു? ഈ ജാഗ്രത. അറിവ് എവിടെയാ വരുന്നത്? ഈ ജാഗ്രത. ഇവിടെ പറയുന്നത് ഈ അറിവ് അത് കുറ്റമറ്റതായി തീരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരറിവിനെ പൂർണ്ണമായി ഗ്രഹിക്കുന്നതിന് ഒരാൾക്ക് യോഗ്യത വരുമ്പോൾ പിന്നെ അവിടെ അറിവില്ലായ്മയില്ല. എന്നുവെച്ചാൽ അറിവില്ലായ്മയുടെ സ്ഥാനത്ത് അറിവായി. ഇതിനാണ് ജ്ഞാനനിവൃത്തി എന്ന് പറയുന്നത്. ആൾക്കാർക്ക് സംശയം ഉണ്ടാകുന്നത് അങ്ങനെയൊരു അറിവില്ലായ്മ അറിവിന്റെ ഇല്ലായ്മയാണെങ്കിൽ കേവലമായ ആത്മാവ്, അതിൽ ആ അറിവിന്റെ ഇല്ലായ്മ അറിവിന്റെ ഇല്ലായ്മ എന്ന് പറയുമ്പോൾ വേശ്യയുടെ ഉദാഹരണം പറഞ്ഞ പോലെ ആത്മാവ് മാത്രം
ഇന്ന് ഈ ദേഹാത്മബുദ്ധി, ഈ പ്രപഞ്ച വ്യവഹാരം, പ്രപഞ്ചാനുഭവം, ഇതെല്ലാം എങ്ങനെ ഉണ്ടാവും? നമ്മൾ ധരിച്ചിരിക്കുന്നത് അവിദ്യ എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, ആ വസ്തുവിൽ നിന്ന് പരിണാമം ഉണ്ടായി, അല്ലെങ്കിൽ മായ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതെന്തോ ഒരു വസ്തുവാണ്, അതിങ്ങനെയൊക്കെ ആയിത്തീർന്നു എന്നൊക്കെയല്ലേ ധരിക്കുന്നത്. ഇപ്പൊ പറയുന്നത് അറിവിനെക്കുറിച്ചും അറിവില്ലായ്മയെക്കുറിച്ചുമാണ്. അറിവില്ലായ്മ എന്താണെന്ന് ബോധ്യപ്പെട്ട് അറിവില്ലാതിരിക്കുന്നതാണ്, മറ്റൊന്നുമല്ല. ഇവിടെ അറിവ് വന്നു. അപ്പോൾ ഈ അറിവ് വന്നപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ആ അറിവില്ലായ്മയിൽ നിന്നാണോ ഇതൊക്കെ ഉണ്ടായത്? ഈ മേശയുടെ പുറത്ത് പുസ്തകത്തിന്റെ ഇല്ലായ്മയുണ്ട്. ഈ ഇല്ലായ്മയിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുമോ? ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താ? മേശ മാത്രമോ? അവിടെയാണ് സംശയം വരുന്നത്. അപ്പോൾ അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കേണ്ടി വരുന്നു ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് മറ്റെന്തോ ഒരു സാധനമാണ്. കാരണം ഈ പ്രപഞ്ചത്തിലേക്ക് സൃഷ്ടിക്കാനും നിലനിർത്താനും നശിപ്പിക്കാനും ഒക്കെയുള്ള എന്തോ ഒന്നാണ് എന്ന് ധരിക്കുന്നു. അല്ലെങ്കിൽ ഈ സൃഷ്ടിക്ക് സമാനം പറയാൻ കഴിയില്ല എന്ന് പറയുന്നു. പുസ്തകത്തിന്റെ ഇല്ലായ്മയോടെ മറ്റൊന്നിനെയും സൃഷ്ടിക്കുന്നില്ല. അതുപോലെ ഈ വരുന്ന ശ്രുതിയിൽ നിന്ന് വരുന്ന ബോധം അതുവരെ ഇല്ലാതിരുന്നു, ആ ഇല്ലായ്മയ്ക്കൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല, അതില്ലായ്മയായതുകൊണ്ടിരുന്നു. അപ്പൊ അവിടെയാണ് ചിന്തിക്കേണ്ടത്, എന്താണ് ഇല്ലായ്മ എന്ന് പറയുന്നത്. അത് പറഞ്ഞല്ലോ, ഇവിടെ പുസ്തകമില്ല എന്ന് പറഞ്ഞാൽ എന്താ? അത് മേശ തന്നെയാണ്. അറിവില്ലായ്മ എന്ന് പറഞ്ഞാലോ എന്താ അവിടെ ഉള്ളത്? നിത്യനിവൃത്തമായ ആത്മസ്വരൂപം. അതാണ്. ഇതെല്ലാം എവിടുന്നുണ്ടായി? ആ നിത്യനിവൃത്തമായ ആത്മസ്വരൂപത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. ജന്മാദ്യസ്യതഃ, ഈ പ്രപഞ്ചത്തിന്റെ ജന്മാദികളെല്ലാം എവിടെ നിന്ന് സംഭവിക്കുന്നു? ആ പരമാത്മവസ്തുവിൽ നിന്ന്. ആ പരമാത്മവസ്തുവിൽ നിന്ന് ഇതൊക്കെ സംഭവിക്കുന്നതിന് അതെങ്ങനെ സംഭവിക്കും? അതിന് അവിടെ സമാധാനം പറഞ്ഞു. അതെങ്ങനെ സംഭവിക്കുന്നു? പരമാത്മസ്വരൂപത്തിൽ അജ്ഞാനം നിത്യനിവൃത്തമായിരിക്കുന്ന ആ പരമാത്മസ്വരൂപത്തിൽ ഇതെങ്ങനെ സംഭവിക്കും? പറഞ്ഞു, തസ്സൃഷ്ടുവ, അത് തന്നെ ഇതിനെയൊക്കെ സൃഷ്ടിച്ചു. അതിന് സൃഷ്ടിക്കാനുള്ള ശേഷി എവിടുന്ന് കിട്ടി? ഈ ജീവന്റെ ബുദ്ധി കൊണ്ട് അതിനെ പരമാവധി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാക്കുന്നതിന്റെ പേരാണ് മായ, അല്ലെങ്കിൽ മായാശക്തി. അതൊരു ശക്തിവിശേഷം. കാരണം അത്രയും ചിന്തിക്കാൻ കഴിയുന്നതുകൊണ്ട് ആ സത്ത് സൃഷ്ടിച്ചിട്ട് ഈ ശരീരത്തിൽ അനുപ്രവേശം ചെയ്തു. ഈ അനുപ്രവേശം ചെയ്ത ശരീരത്തിലെ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പരമാവധി അത് മായ. ജന്മാദ്യസ്യത ശാസ്ത്രയോനിത്വ, അങ്ങനെ സൃഷ്ടിക്കുന്ന ഒരാളുണ്ട്. അത് സൃഷ്ടിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ചെല്ലും. അത് സൃഷ്ടിചിന്തയ്ക്കുള്ള സമാധാനമാണ്. ഇവിടെ അതല്ല, സ്വരൂപചിന്തയ്ക്കുള്ള സമാധാനമാണ്. സൃഷ്ടിചിന്തയ്ക്കുള്ള സമാധാനം മായ വരെ എത്തിക്കും. അല്ല, മായ എന്ന് പറയുന്നതിന് സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിച്ചുള്ള എന്താണ്? ആ ബ്രഹ്മത്തിന്റെ ശക്തി, അതിന് അനന്ത ശക്തികളുണ്ട്, ആ ശക്തികളുണ്ട്, ഇതെല്ലാം നടക്കുന്നു, അങ്ങനെ സ്വീകരിക്കും. അത് സൃഷ്ടി ചിന്തയിൽ. മറിച്ച് ആത്മചിന്തയിൽ, സ്വരൂപചിന്തയിലാണെങ്കിലോ ഇവിടെ ഈ അവഗമനം, ഈ ബോധം
അത് ആ ബോധമില്ലായ്മയുടെ സ്ഥാനത്ത് വരുന്നു. പുസ്തകത്തിന്റെ ഇല്ലായ്മയുടെ സ്ഥാനത്ത് പുസ്തകം വന്നു. ഇല്ലായ്മയ്ക്ക് പോകാനും വരാനും ഒന്നുമില്ല, അത് മേശയാണ്. അപ്പോൾ കേവലമായ ആത്മസ്വരൂപത്തിൽ ബോധം, അതാണ് ബോധം ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. എങ്ങനെ ബോധം ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു? ഭാഷ്യകാരൻ പറയും, അവിടെ ഉണ്ടായിരുന്ന മറ്റ് അജ്ഞാന കാര്യങ്ങളെല്ലാം നിവർത്തിപ്പിച്ചിട്ട് അതിന്റെ വാസ്തവ സ്വരൂപത്തെ നിവർത്തിപ്പിക്കുന്നു. ആ വാസ്തവസ്വരൂപം സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയും. സ്വയം പ്രകാശിക്കുന്നു എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇവിടെ ശ്രുതിയിൽ നിന്നുള്ള ആ ബോധം വന്നപ്പോൾ അവന് മനസ്സിലായി, ഇതുവരെ താൻ തന്നെ അറിഞ്ഞിരുന്നില്ല, ഇപ്പോൾ തന്റെ വാസ്തവ സ്വരൂപത്തെ അറിയുന്നു. തന്റെ വാസ്തവം സ്ഥിതി ഇന്നതാണ്, തന്റെ പരമാർത്ഥം ഇന്നതാണ്. ബോധത്തെ തുടർന്ന് അജ്ഞാന നിവൃത്തി എന്ന് പറയുന്നു. അപ്പോൾ അവഗമനം, ബോധം, ശ്രുതിവാക്യത്തിൽ നിന്നും ഉണ്ടാകുന്ന ബോധത്തിന് അനവഗമ നിവൃത്തി, അജ്ഞാന നിവൃത്തി എന്ന് പറയുന്ന ഫലമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വ്യവഹരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ശബ്ദത്തിലൂടെ പറയണം, ബുദ്ധിയിലൂടെ ഗ്രഹിക്കണം. അപ്പോൾ അതിന്റെ പരിമിതികൾ പറയും. ആ പരിമിതികൾ ഉപയോഗിച്ച് കർണങ്ങൾക്ക് പരിമിതിയുണ്ട്, ശരീരത്തിന് പരിമിതിയുണ്ട്, ഇന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട്, മനസ്സിനും ബുദ്ധിക്കുമൊക്കെ അതിൻ്റെതായ പരിമിതികളുണ്ട്. ആ പരിമിതിയിലൂടെ ഈ തത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ അതങ്ങനെ വ്യവഹരിക്കാൻ പറ്റും. അതുകൊണ്ട് പറയുന്നു അജ്ഞാനം നിവൃത്തമായി. അതിന്റെ താല്പര്യം ഇതാണ്, ജ്ഞാനം ഉണ്ടായി. അപ്പൊ ജ്ഞാനം വ്യർത്ഥമല്ലല്ലോ. അതുവരെ ഉണ്ടായിരുന്ന അജ്ഞാനത്തിന്റെ സ്ഥാനത്ത് ഇപ്പൊ ജ്ഞാനം ഇരിക്കുന്നില്ലേ? ജ്ഞാനം കൊണ്ട് ദ്വൈതം വരൂ. ശരി, ഇതുവരെ ദ്വൈതമായിരുന്നു. ഞാൻ വേറെ, പരമാത്മാവ് വേറെ. ഞാൻ പരമാത്മാവാണെന്നുള്ള ബോധം എനിക്ക് ഉണ്ടായിരുന്നില്ല. അതൊക്കെ ദ്വൈതം. അതെല്ലാം പോയി, ജ്ഞാനം വന്നു. ശ്രുതിയിൽ നിന്ന് ജ്ഞാനം ഉണ്ടായി. അപ്പോൾ പരമാത്മാവ്, ആ പരമാത്മാവിൽ അജ്ഞാനത്തെ മാറ്റിയ ജ്ഞാനം. ഇവിടെ ഇപ്പൊ ദ്വൈതമില്ല. മേശ ഏകമായിരുന്നു, അതിന്റെ പുറത്ത് പുസ്തകം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ രണ്ടായി. അതുപോലെ ഇവിടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ബോധം വന്നു. അപ്പോൾ ഇവിടെ ദ്വൈതം വരത്തില്ലേ? ആത്മാവിലുള്ള അജ്ഞാനത്തെ നശിപ്പിച്ച ആ ബോധവും ആത്മാവും പറയുന്നില്ല. എന്താണ് ബോധത്തിന്റെ ആവശ്യം തന്നെ? എന്തിനു വേണ്ടി? ദ്വൈതത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ദ്വൈതത്തെ നിഷേധിക്കുന്ന ബോധം എങ്ങനെ ദ്വൈതത്തെ സൃഷ്ടിക്കും? അങ്ങനെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇരുളിനെ ഇല്ലാതാക്കിയ വെളിച്ചം ഇരുളിനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ, മുറിക്കകത്ത് ഇരുളുണ്ടായിരുന്നു, വെളിച്ചം കൊണ്ടുവന്നു, മുറിക്കകത്ത് ഇരുള് പോയി. ഒരാൾ പറയുകയാണ്, അല്ല, മുറിക്കകത്ത് ഇരുളിനെ സൃഷ്ടിച്ചു. അത് അനുഭവവിരുദ്ധമായ കാര്യമാണ്. ഇത് അനുഭവമാണ്, ജാഗ്രത അനുഭവമാണ്. അതുകൊണ്ടാണ് സുഷുപ്തി പോരാതെ വരുന്നത്. സുഷുപ്തി ദൃഷ്ടാന്തം എന്ന് പറയുന്നത് കൊണ്ടാണ്. അവിടെ അനുഭവം വരുന്നില്ല. ജാഗ്രതത്തിൽ അനുഭവം വന്നു, അറിവില്ലായ്മ, അത് ജാഗ്രതത്തിലുണ്ട്. ജാഗ്രതത്തിൽ അറിവില്ലായ്മ അറിവിൽ പ്രകാശിക്കുന്നു.
അവിടെ വിശേഷിച്ചൊരറിവ് വരുന്നു, ശ്രുതി ബോധിപ്പിക്കുന്ന അറിവ്. അതാ അറിവില്ലായ്മയെ നിരാകരിക്കുന്നു, ഇല്ലാതാക്കുന്നു. ഇപ്പോഴും അറിയുന്നുണ്ട് അറിവില്ലായ്മ, അത് ഈ അറിവിലത് പ്രകാശിക്കുകയാണ്. പക്ഷെ വിശേഷിച്ചൊരറിവ് വന്നപ്പോൾ അത് ഇല്ലാതാക്കി, ദ്വൈതത്തെ ഇല്ലാതാക്കി, അറിവില്ലായ്മ ഇല്ലാതാക്കി. പിന്നെ എങ്ങനെ ഇവിടെ ദ്വൈതം വരും? ദ്വൈതത്തിന് വരാൻ വഴിയില്ല. ഇനി ഇവിടെ വരുന്ന അറിവ്, ഈ അറിവ് ആത്മസ്വരൂപത്തിൽ നിന്ന് വേറെയുമല്ല. ഒരറിവുണ്ടായി, അതുകൊണ്ട് ദ്വൈതം വരാൻ. ആ അറിവ് ആത്മസ്വരൂപത്തിൽ നിന്ന് വേറെയല്ല. നമ്മൾ പറയുന്നുണ്ടല്ലോ, അറിവില്ലായ്മ പോയി, അജ്ഞാനം നശിച്ചു എന്ന് പറയുന്നത്. അതും ആത്മസ്വരൂപത്തിൽ നിന്ന് വേറെയല്ല. ഒന്നുകിൽ അജ്ഞാന നിവൃത്തി കൊണ്ട് ദ്വൈതം വരണം, അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് ദ്വൈതം വരണം. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് ആത്മാവ് സ്വസ്വരൂപം, മറ്റൊന്ന് അവിടെ ശ്രുതിയിൽ നിന്നുണ്ടായ ജ്ഞാനം, മൂന്നാമത്തത് ആ ജ്ഞാനം കൊണ്ട് നശിച്ച അജ്ഞാനം അല്ലെങ്കിൽ അജ്ഞാന നിവൃത്തി. ഇത് മൂന്നും ഒന്ന് തന്നെ. ആത്മാവ് ജ്ഞാനസ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ അജ്ഞാനം നിവർത്തിപ്പിച്ച ആ ജ്ഞാനം ആത്മാവിൽ നിന്ന് വേറെയല്ല, അത് ജ്ഞാനമാണ്. അജ്ഞാന നിവൃത്തി ഒരു വസ്തുവല്ല, പദാർത്ഥമല്ല, അതും ആത്മാവ് തന്നെയാണ്, ആത്മസ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് ജ്ഞാനത്തിന് പ്രയോജനമുണ്ട്. അത് അജ്ഞാന നിവൃത്തിയാണ്. പറയുന്നു, ഈ അജ്ഞാന നിവൃത്തിക്ക് യുക്തി കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മളെ പറയുന്ന മനസ്സിലാകുന്ന, നമ്മളിപ്പോൾ വിശദീകരിച്ച്, യുക്തിയിലൂടെ തന്നെയാണ് വിശദീകരിച്ചത്. എന്നാലും തർക്കത്തിന് ശരിയാകുന്നില്ല. എന്താ ഇവിടെ പറഞ്ഞു വന്നത്? അജ്ഞാന നിവൃത്തി ആത്മസ്വരൂപം തന്നെ. അറിവില്ലായ്മ പോയി എന്ന് പറഞ്ഞാൽ ആത്മാവ് മാത്രം. ഇത് എങ്ങനെ പോയത്? ജ്ഞാനം കൊണ്ട്. ചോദിക്കുന്ന ഈ അജ്ഞാന നിവൃത്തി എന്ന് പറയുന്നത് ആത്മസ്വരൂപമാണോ അതോ ആത്മസ്വരൂപത്തിൽ നിന്ന് വേറിട്ട ഒന്നാണോ? അജ്ഞാന നിവൃത്തി ആത്മസ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട് അത് സംഭവിക്കത്തില്ല. കാരണം ശ്രുതിയിൽ നിന്നുണ്ടായ ഈ ജ്ഞാനം കൊണ്ടാണോ ആത്മാവുണ്ടായതല്ലോ. അപ്പോൾ അജ്ഞാനത്തിന്റെ നിവൃത്തിയാണ് അത് ആത്മാവ് തന്നെ എന്ന് പറഞ്ഞാൽ പറയുന്നു ജ്ഞാനം കൊണ്ട് അജ്ഞാന നിവൃത്തി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ട് ആത്മാവുണ്ടായെന്ന് വരത്തില്ലേ? അത് സാധിക്കുന്ന കാര്യമാണ്. ഇതാണ് തർക്കം. ഇതിന് സമാനം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് അജ്ഞാന നിവൃത്തി എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ തർക്കം വരുന്നത്. പക്ഷെ താർക്കികൻ ചോദിക്കും, അജ്ഞാന നിവൃത്തി ആത്മസ്വരൂപമാണോ? ആത്മസ്വരൂപമാണെങ്കിൽ ജ്ഞാനം കൊണ്ടുണ്ടാകത്തില്ല. കാരണം ആത്മാവ് ജ്ഞാനം കൊണ്ടുണ്ടായതല്ല. കുതർക്കം. അല്ലല്ല, അജ്ഞാന നിവൃത്തി എന്ന് പറയുന്നത് മറ്റൊന്നാണ്, ആത്മഭിന്നമാണെന്ന് പറഞ്ഞാൽ അജ്ഞാന നിവൃത്തി ആത്മാവ് രണ്ടു വന്ന് ദ്വൈതം വന്നു, ജ്ഞാനം കൊണ്ട് ദ്വൈതം വന്നു എന്ന് വരും. ആണ് അടുത്ത് പറയുന്നത് തന്നിവൃത്തേരപി അനുപത്തിൽ ഏകത്വേ. അദ്വൈതവാദത്തിൽ നിങ്ങൾ അജ്ഞാന നിവൃത്തി സ്വീകരിച്ചു കഴിഞ്ഞാൽ യുക്തിയില്ലാതെ വരും. അജ്ഞാന നിവൃത്തി ആത്മസ്വരൂപമാണെങ്കിൽ അത് ജ്ഞാനസിദ്ധമല്ല. അജ്ഞാന നിവൃത്തി അന്യമാണെങ്കിൽ ദ്വൈതം വരും എന്നാണ് പറയുന്നത്. അത് ശരിയല്ല. ഏതൊരു കാര്യമാണോ അനുഭവത്തിന് ബോധ്യം വരുന്നത്, ആ അനുഭവത്തിന്
അത് എങ്ങനെയുള്ള അനുഭവം? യഥാർത്ഥമായ അനുഭവം. യഥാർത്ഥമായ അനുഭവത്തിന് ബോധ്യം വരുന്ന ഒരു കാര്യത്തിനെ കുതർക്കം കൊണ്ട് നേരിടാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏതിന് ബലം കൊടുക്കണം? അനുഭവത്തിന് കൊടുക്കണമോ തർക്കത്തിന് കൊടുക്കണോ? തർക്കത്തിന് കൊടുക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? തർക്കം അനുഭവത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ്. എവിടെയും തർക്കത്തെ ആശ്രയിച്ച് ഒരിക്കലും അനുഭവം നിൽക്കത്തില്ല. നിങ്ങൾ പറയുന്ന തർക്കത്തിന് കാര്യമുണ്ട്. അത് പക്ഷെ കേവല തർക്കയുക്തിയാണ്. വസ്തുതയായിട്ട് അതിനൊരു ബന്ധവുമില്ല. തർക്കയുക്തി ശരിയാണ്, പക്ഷെ അത് അനുഭവത്തിന് പാത്രത്തിൽ വെള്ളം ഇരിക്കുന്നു. അപ്പോൾ ഒരാൾ പറയുന്നു ശരി അതിൽ വെള്ളമുണ്ട്, അംഗീകരിച്ചു, പക്ഷെ പകുതിയേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ പറയാം എന്താണ് അതിൽ വെള്ളമുണ്ടെന്ന് പറയാം. പകുതിയില്ലല്ലോ, അതുകൊണ്ട് ഇല്ലെന്നും പറയാം. എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ വെള്ളമില്ലെന്ന് സമർത്ഥിക്കാൻ പറ്റും. പക്ഷെ യുക്തി ശരിയാണ്. പകുതി ഉള്ളതുകൊണ്ട് വെള്ളമുണ്ടെന്ന് പറഞ്ഞാൽ പകുതി ഇല്ലാത്തതുകൊണ്ട് ഇല്ലെന്നും പറയാം. അനുഭവം എങ്ങനെയാണ്? ആ വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിക്കാം, അതിന് വെള്ളമുണ്ട്. അപ്പോൾ അനുഭവത്തിന് എതിരായി വരുന്ന യുക്തി അത് യഥാർത്ഥമായ അനുഭവത്തിന്. വെള്ളത്തിനെ കുറിച്ച് ഭ്രമം ഉണ്ടായെങ്കിൽ ശരി, ഇതങ്ങനെയല്ല. വെള്ളം ഉപയോഗിച്ച് ദാഹം മാറ്റുന്നു, അർത്ഥക്രിയാകാരിത്വമുണ്ട്, അവിടെ പ്രയോജനക്ഷമതയുണ്ട്. അങ്ങനെയുള്ളൊരു അനുഭവത്തിന്റെ മുമ്പിൽ അതിനെ നിങ്ങൾ കുതർക്കം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ തർക്കത്തെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കാര്യവും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ ഒരാൾ പറയും രാത്രിയാണ്. അല്ല പകലാണെന്നുകൊണ്ട് ഞാൻ കാണുന്നതുകൊണ്ട് അത് ശരിയല്ല, രാത്രിയാണ്. എന്തുകൊണ്ട്? ഈ ഭൂഗോളത്തിന്റെ പകുതി ഇപ്പൊ രാത്രിയാണ്. പറയുന്നത് ശരിയല്ലേ? പറയുന്നത് ശരിയാണ്, മറുവശം ഇപ്പൊ രാത്രിയാണ്. പക്ഷെ അത് തർക്കം. അനുഭവത്തിലെന്താ ഇപ്പൊ പകലാണ്, വെളിച്ചത്തെ താൻ കാണുന്നു. വെളിച്ചത്തെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കുറെ പേര് ഇപ്പൊ വെളിച്ചത്തെ കാണുന്നില്ല, അവിടെയൊക്കെ ഇരുളാണ്, അതുകൊണ്ട് ഇത് രാത്രിയാണ്. ഇങ്ങനെ പോയാൽ കേവല തർക്കം കൊണ്ട് അവിടെ ശ്രുതിമത തർക്കവിന് സന്ധ്യത എന്ന് പറയുന്നത്. ശ്രുതിമതം എന്ന് വെച്ചാൽ സ്വാനുഭവം. സ്വാനുഭവത്തിനനുസരിച്ച് തർക്കിക്കാം. അതിന് വിരുദ്ധമായി തർക്കിക്കാൻ പോയിട്ട് ഇതിപ്പോ ഇവിടെ രാത്രിയാണെന്ന് താമസിച്ചിട്ട് വല്ല കാര്യമുണ്ട്. കേവല തർക്കത്തിനങ്ങനെ നിഷ്പ്രയോജനമായ സിദ്ധാന്തങ്ങളൊക്കെ ആവിഷ്കരിക്കാൻ കഴിയും. അതുപോലെയാണ് ഈ അജ്ഞാന നിവൃത്തി ആത്മസ്വരൂപമാണോ ആണെങ്കിൽ ജ്ഞാനം കൊണ്ട് അതുണ്ടാകത്തില്ല, ഭിന്നമാണോ ആണെങ്കിൽ അദ്വൈത ശ്രദ്ധിക്കത്തില്ല. ഇങ്ങനെ വരും തർക്കങ്ങൾ. അത് രണ്ടിന് മാത്രമല്ല, അത് ഭിന്നാഭിന്നമാണോ, അതോ ഉഭയവിലക്ഷണമാണോ, പിന്നെ അതുകൊണ്ട് ഇനി പഞ്ചമപ്രകാരമാണ്, ഇങ്ങനെ പോകും. അതിനെ നിഷേധിക്കും. ഭാഷ്യകാരൻ അങ്ങോട്ടൊന്നും കടന്നു പോകുന്നില്ല. ഭാഷ്യകാരൻ പറയുന്നത് ദഷ്ടവിരോധ. അജ്ഞാന നിവൃത്തി എന്ന് പറയുന്നത് ജ്ഞാനമുണ്ടാകുന്നു, ശ്രുതിയിൽ നിന്ന് മനസ്സിലായി താൻ പരമാത്മസ്വരൂപമാണ്, അതുവരെ താൻ ഈ ശരീരമാണ്, പുരുഷനാണ്, സ്ത്രീയാണ് എന്നൊക്കെ ധരിച്ചിരുന്ന ആ ബോധം അവിടെ മാറി. ഇത് സ്വാനുഭവമല്ലേ? ഇത് സഫലമായ അനുഭവമാണ്. എന്താണ്? സംസാര നിവൃത്തി സ്വയം അനുഭവിക്കുന്നു, കൃതകൃത്യത അനുഭവിക്കുന്നു. അപ്പോൾ സഫലമായ അനുഭവം മോക്ഷത്തെ അനുഭവിക്കുന്നു. ഇങ്ങനെയുള്ള ഈ അനുഭവത്തിന് മുമ്പിൽ ഈ തർക്കത്തിന് എന്താ കാര്യം? പിന്നെ ആ തർക്കത്തിന് യുക്തിയില്ല എന്നാണ് നേരത്തെ പറഞ്ഞു. ആ അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, ആ വസ്തുവിന്റെ നിവൃത്തിയാണ് എന്നെല്ലാം പറയുമ്പോഴാണ് ഇത് വരുന്നത്. അവിടെ നിവർത്തിക്കാൻ ഒരു സാധനമേ ഉണ്ടായിരുന്നില്ല.
അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു വസ്തുവല്ല. പിന്നെ മുമ്പ് ഒന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ ഒന്നുണ്ടായി, ഇത്രയേ ഉള്ളൂ. മുമ്പ് അങ്ങനെ ഒരറിവ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒരറിവ് ഉണ്ടായി, ഇത്രയേ സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ അവിടെ ഇല്ലാതാകാനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണോ ഇപ്പോൾ ഉണ്ടായത് അത് മുമ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഇല്ലാതാകേണ്ട ആവശ്യമില്ല. ഇത് വരുമ്പോൾ അതിനില്ലാതാകുന്ന എന്തിനു? മുമ്പതില്ലാതിരുന്നതാണ്. ഇല്ലായ്മയ്ക്ക് ഇല്ലാതാകാൻ പറ്റുമോ? ഇല്ല. എന്നൊക്കെയുള്ള യുക്തികൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് അനുഭവത്തിന് പ്രാധാന്യം കൊടുക്കുക. അനുഭവ അവസാനത്വ ബ്രഹ്മവിദ്യായ ഭാഷ്യകാരൻ ബ്രഹ്മസൂത്രത്തിലും പറഞ്ഞിട്ടുണ്ട്. അവസാനത്വ അനുഭവത്തിൽ വരുന്ന കാര്യമാണ്. എവിടെയാണോ, ഏതൊരവസ്ഥയിലാണോ ഈ അജ്ഞാനത്തെ അനുഭവിക്കുന്നത്, ആ അവസ്ഥയിൽ തന്നെയാണ് ശ്രുതിയുടെ ഉപദേശം, ആ അവസ്ഥയിൽ തന്നെയാണ് ഗുരു, ആ അവസ്ഥയിൽ തന്നെയാണ് ശ്രവണാദി സാധനകൾ, ആ അവസ്ഥയിൽ തന്നെയാണ് ജ്ഞാനം. ഏതവസ്ഥയിൽ? ഈ അവസ്ഥയിൽ. പ്രശ്നങ്ങളുള്ളിടത്തല്ലേ പരിഹാരം ഉണ്ടാവും. ഇവിടെ പ്രശ്നം വേറിടത്ത് പരിഹാരം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ മുക്തി ഉണ്ടാകാത്തത്. അവസ്ഥയൊക്കെ വളരെ കേമം തന്നെ, പക്ഷെ അവിടെ മുക്തി സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അവിടെ പരിഹാരത്തിന്റെ ആവശ്യമില്ല. ഇവിടെ പ്രശ്നമുണ്ട്. അജ്ഞാനം ആണ് ഇവിടുത്തെ മുഖ്യമായ പ്രശ്നം. പരിഹാരം ഇവിടെയുണ്ട്, ജ്ഞാനം. ആ ജ്ഞാനം ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാൻ എന്താ? ഇവിടെയാണ് ഗുരു, ഇവിടെയാണ് ഉപദേശം. പിന്നെ ജ്ഞാനം ഇവിടെയല്ലേ വരാൻ പറ്റും. ജ്ഞാനത്തിന് വ്യതികരണം സംഭവിക്കത്തില്ല, വേറെ അധികരണം അത് സംഭവിക്കത്തില്ല. ശരി, ഗുരു ഉപദേശവും സ്വപ്നത്തിലാണെന്ന് പറഞ്ഞാലോ, എന്നാൽ അവിടെ ഉണ്ടാകും ജ്ഞാനം. ഇവിടെ ഇപ്പം അങ്ങനെയല്ല. ഗുരു ഉപദേശവും ജാഗ്രതത്തിലാണ്, ജാഗ്രതത്തിലാണ് ജ്ഞാനം. അതുകൊണ്ട് ജ്ഞാനം ജാഗ്രതത്തിൽ തന്നെ. ഇവിടെയുള്ളൂ ജ്ഞാനം, അനുഭവം. പിന്നെ ഉണ്ടാകാം സ്വപ്നത്തിൽ, അതിപ്പോ ഇല്ലല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതവിടെ ചർച്ച ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ അതിന് സമാധാനം വരും. ഇപ്പം നമ്മൾ അവിടെയല്ല ചർച്ച ചെയ്യുന്നത്, സ്വപ്നത്തിലല്ല ചർച്ച നടക്കുന്നത്, ജാഗ്രതത്തിലാണ്. അതുകൊണ്ടിവിടെ അനുഭവമുണ്ട്. അനുഭവത്തിന് എതിരായ യുക്തികൾ കൊണ്ടുവരരുത് എന്നാണ്. ദൃശ്യദേഹി ഏകത്വ വിജ്ഞാനാദേവ അന്നാവഗമനിവൃത്തി പറയുന്നത്. ഇത് അനുഭവമാണ്. ആരാണോ ഈ തത്വം ശ്രദ്ധയോടുകൂടി ഗ്രഹിക്കുന്നത്, ആരെയാണോ ഈ തത്വം ഗുരു ബോധിപ്പിക്കുന്നത്, ആരാണോ ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള സാധനങ്ങൾ അനുഷ്ഠിക്കുന്നത്, എന്തായാലും അല്ലെങ്കിൽ ഈ തത്വസമ്പാദനത്തിന്റെ യോഗ്യതയ്ക്ക് വേണ്ടി ആരാണോ പരിശ്രമിക്കുന്നത്, അതെല്ലാം ഒത്തുചേരി വരുമ്പോൾ ദൃശ്യത അനുഭവപ്പെടുന്നു. എന്താണ് ഏകത്വ വിജ്ഞാനം? അതോടൊപ്പം തന്നെ അനവഗമനിവൃത്തി, അതുകൊണ്ടുണ്ടായിരുന്ന അജ്ഞാനം നശിക്കുന്നു, അല്ലെങ്കിൽ ഭ്രാന്തി മാറുന്നു, അല്ലെങ്കിൽ മായ മാറുന്നു, അല്ലെങ്കിൽ സംസാരം നിവർത്തിക്കുന്നു, അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കുന്നു, എന്ത് വേണോ പറയാം. ഇത് സ്വാനുഭവമാണ്. ഈ അനുഭവത്തെ സ്വീകരിക്കാതെയാണോ ഈ അനുഭവത്തിനെതിരായ തർക്കം കൊണ്ടുവരുന്നത്? ദൃശ്യമാനമൊപ്പി അനുപന്നം വിധി ബ്രുവതോ ദുഷ്ടവിരോധ പറയുന്നു. അനുഭവം ശരി തന്നെയാണ്, പക്ഷെ അത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറയുന്നു. അങ്ങനെ പറയാം, അനുഭവം ശരിയാണ്, പക്ഷേ യുക്തിക്ക് നിരക്കുന്നതല്ല. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രൻ ഓടുന്നതായി കാണുന്നു, ചന്ദ്രൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു പറയുന്നു. അവിടെ അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ യുക്തിക്ക് നിരക്കുന്നതല്ല. എന്തുകൊണ്ടവിടെ യുക്തിക്ക് നിരക്കുന്നതല്ല? കാരണം
മേഘങ്ങളില്ലെങ്കിൽ ഓടുന്നില്ല. മേഘങ്ങളുണ്ടെങ്കിലേ ഓടുന്നുള്ളൂ. അവിടെ യുക്തിയുണ്ട്. അവിടെ മനസ്സിലാക്കുന്നു ചന്ദ്രന്റെ ഓട്ടം ഭ്രമമാണ്. എന്തുകൊണ്ട് മനസ്സിലാക്കുന്നു? അവിടെ യഥാർത്ഥമായ അനുഭവമുണ്ട്. കാരണം മേഘമില്ലാത്തപ്പോഴും മേഘം ഓടാത്തപ്പോഴും ചന്ദ്രനെ കണ്ടിട്ടുണ്ട്. യഥാർത്ഥമായ അനുഭവം ഉള്ളതുകൊണ്ട് മേഘം ഓടുമ്പോൾ ചന്ദ്രൻ ഓടുന്നതായി തോന്നിക്കഴിഞ്ഞാൽ അവിടെ യുക്തിയെ കൊണ്ടുവരും. അതെന്താണ്? മേഘത്തിന്റെ ചലനത്തെ ചന്ദ്രനിൽ ആരോപിക്കുകയാണ്. ദൃഷ്ടിദോഷം, അത് ദൂരത്വം തുടങ്ങിയ ദോഷങ്ങളുണ്ട് അവിടെ. ആ ദോഷങ്ങൾ കൊണ്ട് അതിവേഗത്തിൽ ചലിക്കുന്ന മേഘത്തിന്റെ വേഗത്തെ ചന്ദ്രനിൽ ആരോപിച്ചിട്ട് ഒരാൾ പറയുന്നു അത് ഓടുന്നതാണ്. അപ്പൊ ഭ്രാന്തിയാണെന്ന് തിരിച്ചറിയുന്നതിന് ഉപയോഗിച്ച യുക്തിയും അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ്. ഏതനുഭവം? യഥാർത്ഥമായ ചന്ദ്രന്റെ സ്ഥായിത്വത്തെക്കുറിച്ചുള്ള അനുഭവം. അപ്പൊ ഇതിൽ ഒന്ന് യഥാർത്ഥവും മറ്റൊന്ന് ഭ്രാന്തിയുമാണ്. ഇതിലേതാ യഥാർത്ഥം? ചന്ദ്രൻ ഓടുന്നതാണോ യഥാർത്ഥം? രണ്ടനുഭവമുണ്ട്. അതോ ചന്ദ്രൻ നിശ്ചലമാണെന്നുള്ളതാണോ യഥാർത്ഥം? വിനിഗമന ഇവിടെ വേണ്ടിവരും. എന്നുവെച്ചാൽ ഏകതര പക്ഷപാതിനി യുക്തി. ഇതില് വാസ്തവത്തെ തിരിച്ചറിയുന്നതിനുള്ള യുക്തി ഇവിടെ ആവശ്യമായിട്ട് വരുന്നു. ആ യുക്തിയാണ് ഈ പറയുന്നത്. എന്താണ്? മേഘത്തിന്റെ ചലനത്തെ ചന്ദ്രനിൽ ആരോപിക്കുന്നു. ദൂരത്വം എന്ന് പറയുന്ന ദോഷം, അതുപോലെയുള്ള പല ദോഷങ്ങൾ, ചലനം തുടങ്ങിയ ദോഷങ്ങളുകൊണ്ട് കാണുന്നു. അവിടെ യുക്തി. എന്നിട്ട് തീരുമാനിക്കുന്നു ചന്ദ്രൻ നിശ്ചലമാണെന്നുള്ള യഥാർത്ഥമായ അറിവ്. ചന്ദ്രൻ ഓടുന്നു എന്ന് പറയുന്നത് ഭ്രാന്തി. അവിടെ എന്താണ്? യഥാർത്ഥമായ അനുഭവത്തിനനുസരിച്ച് യുക്തി ഉപയോഗിച്ചിട്ടാണ് ഭ്രാന്തി തിരിച്ചറിയുന്നത്. അങ്ങനെ ആ യുക്തി ഉപയോഗിക്കുന്നതിന് ശേഷിയില്ലാത്ത ബാലന്മാരാണെങ്കിൽ അവർ ശരിക്കും എന്താണ്? നേരത്തെ ചന്ദ്രൻ ഓടിയില്ല, ഇപ്പൊ ഓടുന്നു. കുട്ടികൾ, അവരെ സംബന്ധിച്ച് രണ്ടും ശരിയാണ്. ഓടുന്ന ചന്ദ്രനുമുണ്ട്, ഓടാത്ത ചന്ദ്രനുമുണ്ട്. പക്ഷെ ഒരു പ്രൗഢ ബുദ്ധി അങ്ങനെയല്ല. അവനെന്ത് ചെയ്യുന്നു? യുക്തി ഉപയോഗിക്കുന്നു. ആ യുക്തി ഉപയോഗിക്കുന്നതും അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ്. യഥാർത്ഥമായ അനുഭവത്തെ ആശ്രയിച്ച് യുക്തി ഉപയോഗിച്ചിട്ട് ഭ്രാന്തിയെ തിരിച്ചറിയുന്നു. അതുകൊണ്ടിവിടെ പറയുന്നു ദൃശ്യമാനമൊക്കെ അനുപന്നമിതി ബ്രുവതോ ദുഷ്ടവിരോധസ്യ. അനുഭവിക്കുന്ന ഒരു കാര്യം യുക്തിക്ക് നിരക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധിക്കുക. അനുഭവം യഥാർത്ഥമാണെങ്കിൽ അനുഭവത്തെ സ്വീകരിച്ചേ മതിയാവുന്നു. അയഥാർത്ഥമാണെങ്കിൽ യുക്തി കൊണ്ട് അതിനെ പരിശോധിച്ച് തിരിച്ചറിയണം എന്നാണ്. എന്നുവെച്ചാൽ ദുഷ്ടവിരോധ കേനചിത് അഭ്യുപഗമ്യതേ. യഥാർത്ഥമായ അനുഭവം, അനുഭവം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിന് വിരോധമായ യുക്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതാരും സ്വീകരിക്കത്തില്ല. എന്നുവെച്ചാൽ ദൃഷ്ടി അനുപന്നം നാമ മീമാംസകളുടെ നിയമമാണ്. താർക്കികന്മാരും സ്വീകരിക്കുന്നതാണ്, എല്ലാവരും സ്വീകരിക്കുന്നതാണ്. ഒരു കാര്യം യഥാർത്ഥമായ അനുഭവത്തിന് വിധേയമായി കഴിഞ്ഞാൽ പിന്നെ ആ അനുഭവത്തെ സാധൂകരിക്കുന്നതിന് യുക്തിയുടെ ആവശ്യമൊന്നുമില്ല. അനുഭവത്തിൽ യുക്തി നിഷ്ഫലമാണ് എന്നാണ്. അനുഭവം യഥാർത്ഥമാണെങ്കിൽ അതാണ് ദൃഷ്ടി അനുപന്നം. അനുഭവത്തിൽ യുക്തിയില്ല എന്നാണ്. അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ സിദ്ധമായി യുക്തി കൊണ്ട് തന്നെ മാറ്റാനോ മറിക്കാനോ ശ്രമിച്ചാലും അത് ശരിയാകത്തില്ല. ഇപ്പോൾ പകലാണെന്നുള്ള അനുഭവമാണ്. എന്തനുഭവം? ചക്ഷുരേന്ദ്രിയൻ. ആ ചക്ഷുരേന്ദ്രിയം പ്രകാശവുമായിട്ട് സന്നികർഷം ഉണ്ടാകുന്നു. ആ പ്രകാശത്തെ അത് ഗ്രഹിക്കുന്നു. ആ സൂര്യന്റെ പ്രകാശമാണെന്ന് അറിയുന്നു, മനസ്സിലാക്കുന്നു ഇത് പകലാണ്. അനുഭവത്തിൽ നിന്ന് തന്നെ അത് നിശ്ചയിക്കുന്നു. ഇവിടെ യുക്തി എന്തിനാ?
ഇനി യുക്തിയിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് രാത്രിയാണെന്ന് വേണമെങ്കിലും പറയാം ഈ കാലത്തിൽ. പക്ഷെ അതിപ്പോ ഇവിടെ ശരിയല്ല. അതിനോടുകൂടി ഇവിടെ എന്നൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ തെറ്റും. പറയേണ്ടി വരും അവിടെ രാത്രിയാണ്, ഇവിടെ പകലാണ്, മാറ്റേണ്ടി വരും. അപ്പൊ യുക്തിയിലൂടെ. പക്ഷെ ഇത് പകലാണെന്നുള്ളത് ഇന്ദ്രിയം ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. ചക്ഷുരേന്ദ്രിയം പ്രത്യക്ഷ അനുഭവമാണ്. അതുകൊണ്ട് അനുഭവത്തിൽ യുക്തിയെ താങ്ങേണ്ട കാര്യമില്ല. ദൃഷ്ടത്വാദേവ, അത് യഥാർത്ഥ അനുഭവമായതുകൊണ്ട് തന്നെ ദർശന അനുഭവത്തിരിചേ തത്രാപി ഏഷായ വ്യക്തി. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ പറയുന്നു, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല എന്ന് അനുഭവത്തെ ആക്ഷേപിക്കുന്നതിന് നിങ്ങൾ എന്തിനെ അധികരിച്ച യുക്തിയെ? അതാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല, ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത് ഉണ്ടാകത്തില്ല, അജ്ഞാന നിവൃത്തി ഉണ്ടാകത്തില്ല, അദ്വൈതം സാധ്യമല്ല എന്നെല്ലാം നിങ്ങൾ പറയുന്നു. എന്ന് പറയുന്നതിന് നിങ്ങൾ എന്തിനാണ് ആശ്രയിച്ചിരിക്കുന്നത്? അത് സാധ്യമല്ല സാധ്യമല്ല എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ചില യുക്തികളുണ്ട്. ആ യുക്തികളാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ യുക്തിയെ ആശ്രയിച്ച് അല്ല അനുഭവം നിൽക്കുന്നതെന്ന് നേരത്തെ സമർത്ഥിച്ചു കഴിഞ്ഞു. വീണ്ടും നിങ്ങൾ പറയുന്നു എന്താണ്? അനുഭവത്തെ നിഷേധിക്കാൻ യുക്തി വേണം. അതങ്ങനെ ശരിയാകും. യുക്തിയെ ആശ്രയിച്ചല്ല അനുഭവം വരുന്നതെന്ന് നേരത്തെ നിങ്ങൾ തന്നെ സമ്മതിച്ച കാര്യമാണ്. എന്നിട്ടിപ്പോൾ വീണ്ടും പറയുന്നു എന്താണ്? അനുഭവത്തെ അനുഭവം യുക്തിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അത് ശരിയല്ല. അനുഭവത്തിന് യുക്തിയുടെ ആവശ്യമില്ല. ചക്ഷേന്ദ്രിയവും മുമ്പിലിരിക്കുന്ന വിഷയവുമായിട്ട് സന്നികർഷം ഉണ്ടായി, മനസ്സ് സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ബോധമുണ്ടാകും, എന്താ ഇത് പുസ്തകമാണ്. ഇവിടെ യുക്തിയുടെ ആവശ്യമില്ല. പക്ഷെ ഈ സാമഗ്രികളെല്ലാം ശരിയായിരുന്നാൽ മതി. കണ്ണിന് കാഴ്ച ഉണ്ടായിരിക്കണം, വെളിച്ചം ഉണ്ടായിരിക്കണം, മനസ്സുകൂടെ ഉണ്ടായിരിക്കണം, ബുദ്ധി സ്ഥിരമായിരിക്കണം. ഈ അനുഭവത്തെ തുടർന്ന് ഇനി നമുക്ക് പല യുക്തികളും ഉണ്ടാക്കാം. എന്തുകൊണ്ട് ഇത് പ്രത്യക്ഷമായി, എന്തുകൊണ്ട് പുസ്തകം എങ്ങനെ ഇരിക്കുന്നു, വെളിച്ചം എങ്ങനെ സഹായിക്കുന്നു, ഇതിനൊക്കെ യുക്തികൾ ഒരുപാട് കണ്ടെത്താം. അതുകൊണ്ട് ദർശനാനുഭവത്തെ യുക്തി ആശ്രയിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല എന്ന് പറയാൻ പാടില്ല. കാരണം ഈ ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഉണ്ടാകുന്ന ഈ അനുഭവത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിഷേധിക്കാൻ കഴിയുന്നില്ല? കാരണം ഇതൊരു പ്രമാണമാണ്, പ്രമാണജന്യമാണ് അനുഭവം. അതുപോലെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ശബ്ദം അത് പ്രമാണമാണ്. എന്താ ശബ്ദത്തെ പ്രമാണമായി അംഗീകരിക്കില്ലെന്നുണ്ടോ? ചക്ഷുരേന്ദ്രിയത്തെ പ്രമാണമായി സ്വീകരിക്കുകയാണെങ്കിൽ ശബ്ദത്തെ സ്വീകരിച്ചേ പറ്റൂ. ശബ്ദം യഥാർത്ഥമായ അനുഭവത്തെ ഉണ്ടാക്കുന്നു സ്വീകരിച്ചേ പറ്റൂ. ലോകത്ത് ആ ശബ്ദ പ്രമാണത്തെ ആശ്രയിച്ചാണ് ഇവിടെ യഥാർത്ഥ അനുഭവം ഉണ്ടാകുന്നതും ഈ യഥാർത്ഥ അനുഭവത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ ലൗകികമായി നടക്കുന്നതും ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ആ ശബ്ദം, ഗുരു ഉപദേശ രൂപത്തിലുള്ള ശബ്ദം, ശബ്ദപ്രമാണം ബോധിപ്പിച്ച ഈ അനുഭവം, അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നുള്ള ഈ അനുഭവം, ഇതിന് അംഗീകരിച്ചേ മതിയാവും. ദർശനാനുപത്തി എന്ന് യുക്തി ആശ്രയിച്ച് പറയാൻ കഴിയത്തില്ല. തത്രാപി ഏഷേവ യുക്തി, അതിന് യുക്തിയില്ല എന്നർത്ഥം. മറിച്ച് അനുഭവത്തിന് ഉള്ള പ്രാധാന്യം, അനുഭവത്തെ യുക്തി എങ്ങനെ നിഷേധിക്കുന്നില്ല, ഇക്കാര്യങ്ങൾക്കെല്ലാം യുക്തിയുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ യഥാർത്ഥ അനുഭവത്തെ യുക്തി നിഷേധിക്കുമെന്ന് പറയുന്നതിന് യുക്തിയില്ല. അതുകൊണ്ട് ആത്യന്തികമായി എന്താണ് ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്നത് ഗുരുവിന്റെ അനുഭവം, ശിഷ്യൻ ബോധിക്കുന്നത് സ്വന്തം അനുഭവം. അപ്പോൾ അനുഭവത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ
യുക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ കുതർക്കമാണ്. കുതർക്കത്തിന് യാതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് ഈ ശ്രവണജന്യമായ ബോധം ഉണ്ടാകുന്നു. ആ ബോധം അജ്ഞാനം നിവർത്തിക്കുന്നു. അജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ്, അജ്ഞാന നിവൃത്തിയുടെ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ആത്മാവിൽ എങ്ങനെ അജ്ഞാനം ഉണ്ടാകും, ആ ജ്ഞാനം എങ്ങനെ നിവർത്തിക്കും, ഇതിനെല്ലാം സമാധാനമാകും. അത് ആത്മസ്വരൂപത്തെയും ശ്രുതി ബോധിപ്പിക്കുന്ന തരത്തിൽ അജ്ഞാനത്തെയും അജ്ഞാന നിവൃത്തിയെയും ജ്ഞാനത്തെയും ഗ്രഹിച്ചാൽ മതി. ആ ജ്ഞാനത്തിൽ ഈ സർവ പ്രശ്നങ്ങൾക്കും സമാധാനമായി എന്നാണ്. അതുകൊണ്ട് ആ പഴയ ചോദ്യം എന്താണ്, ആത്മാവിലെങ്ങനെ അജ്ഞാനം ഉണ്ടാകും, ഇത്തരം ചോദ്യങ്ങളൊന്നും ആത്മാനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിൽക്കുന്നതല്ല.